ഇറങ്ങിപ്പോയി. സാറ് 8:45 എന്നാ എന്നോട് പറഞ്ഞത്. ഷിവ് സാറ് പറഞ്ഞത് 8:45 ആകുമ്പം സാറ് ജോയിൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. പാട്ടിനെ പാടാം. അപ്പം സാറ് വരും. ഓക്കെ, എന്നാല് ആരെങ്കിലും താല്പര്യപ്പെടുന്നവരൊന്ന് ഒന്നോ രണ്ടോ ലൈൻ ഒരു പാട്ടിന്റെ പാടുകയാണെങ്കിൽ സമയം. പറഞ്ഞാൽ ഓക്കെ, പാടിക്കോളൂ. യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു അമ്പരെ വരുന്ന നാളെന്തു യെരൂശലേം ഒരു മണവാട്ടി തന്നെ ചുള്ളൊരു മണവാട്ടി തന്നെ കന്നി, യെരൂശലേം നല്ല പ്രവർത്തികൾ ആയസു ചേലയെ, നല്ല പ്രവർത്തികൾ ആയസു ചേലയെ, മല്ലമിഴി ധരിച്ചു കൊണ്ട ബിരാമ, മല്ലമിഴി ധരിച്ചു കൊണ്ട ബിരാമ, യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു അമ്പരെ വരുന്ന നാളെന്തു യെരൂശലേം രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ, രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ, സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടി, സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടി, യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്ന നാളെന്തു അമ്പരെ വരുന്ന നാളെന്തു യെരൂശലേം കനകവും മുത്തും രത്നം ഇവയണിയുകില്ലെങ്കിൽ, കനകവും മുത്തും രത്നം ഇവയണിയുകില്ലെങ്കിൽ, സുഗുമിയാം ഇവൾ കണ്ടം ബഹുരമണി, സുമുഖിയാം ഇവൾ കണ്ടം ബഹുരമണി, യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ,
അമ്പയറൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയറൂശലേം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായി ഒരു ഗാനം കൂടി പ്രിയ സതീഷ് ബ്രദറിന് കേൾക്കുവാനിടയായി തീർന്നു. നമുക്ക് പ്രാർത്ഥനയോടെയായിരിക്കാം. നമ്മുടെ നടുവിലേക്ക് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റജിമോൻ സാർ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവവചന പഠനത്തിനായിട്ട് ദിവസത്തിനെ കാത്തിരിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനം പഠിപ്പിക്കേണ്ടതിന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ റജിമോൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു റജിമോൻ സാർ. സാറിന്റെ മൈക്ക് ഓഫ് ആണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ HTCയുടെ ആഭിമുഖ്യത്തിൽ നടക്കപ്പെടുന്ന ബൈബിൾ ക്ലാസ് ആയി കൂടി വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. പത്രോസിന്റെ 2-ാം ലേഖനമാണ് നമ്മുടെ ക്ലാസ്സിന് ആസ്പദമായിരിക്കുന്ന വിഷയം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമുക്ക് 1-ാം ലേഖനത്തെക്കുറിച്ച് വിശദമായി പഠിപ്പാനുള്ള ഒരു അവസരം ദൈവം നൽകി തന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് 2-ാം ലേഖനത്തെക്കുറിച്ച് ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ താല്പര്യപ്പെടുകയാണ്. ഇതൊരു വിശദമായ പഠനം അല്ല എന്നുള്ള കാര്യം പ്രാരംഭത്തിലെ ഓർമ്മപ്പെടുത്തുന്നു. 9 ക്ലാസ്സുകൾ കൊണ്ട് ഈ പഠനം അവസാനിപ്പിക്കുകയും 10-ാം ക്ലാസ്സിൽ അതിൻ്റെ എക്സാമുകളിലേക്കൊക്കെ പോകണം എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ഒരാൾക്ക് പത്രോസിന്റെ 2-ാം ലേഖനം ഒന്ന് വീക്ഷിച്ചാൽ അവർക്ക് മനസ്സിലാകാനുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഈ പ്രാവശ്യം ഉണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ തന്നെ പരിശുദ്ധ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ഒരു പുസ്തകത്തിന്റെ പഠനമാകുമ്പം അതിനൊരു ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടല്ലോ. ഒരു പ്രസംഗം പോലെ അത്ര ആസ്വാദ്യനം അല്ല ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത്. പ്രസംഗത്തിനകത്ത് ആസ്വാദ്യകരമായുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഈ കഴിഞ്ഞിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു പാസ്റ്റർ പ്രസംഗം കേട്ടിട്ട് പറഞ്ഞ കമന്റ്,
ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പിയെന്നാ പറഞ്ഞു. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അറിവിൽ ഒരു ദൈവവചന ശുശ്രൂഷ കഴിയുമ്പോൾ ആളുകൾ പശ്ചാത്താപത്തോടെയും കരച്ചിലോടും കൂടെ ഒക്കെ ആയിരുന്നു എഴുന്നേക്കുന്നത്. ഇന്നിപ്പം ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞ ഒരാൾ പറഞ്ഞ കമന്റ് ആണ് ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പി. അപ്പം നമ്മള് ഈ ദൈവവചന ശുശ്രൂഷയുടെ ഒരു ആസ്വാദനം ബൈബിൾ ക്ലാസ്സിന് ഉണ്ടാകണമെന്നില്ല. പക്ഷെ ബൈബിൾ ക്ലാസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആണ്. കാരണം അതിനകത്ത് കൂടുതൽ മെറ്റീരിയൽസുകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉള്ളവർ മാത്രം ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് കാര്യമുള്ളൂ. അതിപ്പോ ചില ആൾ കുറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ ഒരു മുഖവരയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് 2 പീറ്റർ. വേദപുസ്തകത്തിലെ 61-ാമത്തെ പുസ്തകമാണ് പത്രോസിന്റെ 2-ാം ലേഖനം. ഈ പുസ്തകത്തിനകത്ത് 3 അധ്യായങ്ങളേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ വളരെ ചെറിയൊരു പുസ്തകമാണ്. 61 വാക്യങ്ങളും ഈ പുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സില് എനിക്ക് തോന്നുന്നു അടുത്ത ചൊവ്വാഴ്ച അടുത്ത ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിരുത്തി ഈ 3 അധ്യായങ്ങൾ വളരെ ചെറിയൊരു പുസ്തകമല്ലേ, ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് കൂടുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട തീം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുക, ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ ബെറ്റർ, തീം എന്ന് പറയുന്നതാണ് ബെറ്റർ. ഗ്രോ ആൻഡ് നോ എന്നുള്ളതാണ്. അറിയുക, വളരുക. ഇതാണ് 2 പീറ്ററിലെ പ്രധാനപ്പെട്ട തീം. ഗ്രോ, GROW, ഗ്രോ, ആൻഡ് KNOW, നോ. അറിയുക, വളരുക. അപ്പോൾ നിശ്ചയമായിട്ടും ഈ 3 അധ്യായങ്ങൾ 61 വാക്യങ്ങൾ നിങ്ങൾക്ക് പലതും അറിയാൻ സാധിക്കും. ആ അറിയുന്നതിലൂടെ നിങ്ങളുടെ ആത്മീക മനുഷ്യന് ഒരു വലിയ വളർച്ച ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ പുസ്തകത്തിലെ താക്കോൽ വാക്കുകൾ, കീവേഡ്സ്, എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് 2 വാക്കുകളാണ് പ്രധാനമായും താക്കോൽ വാക്കുകളായി കണ്ടിരിക്കുന്നത്. കീവേഡ്സ് ആയിട്ട് കണ്ടിരിക്കുന്ന 2 വാക്കുകളാണ്. ഒന്ന് മഹത്വം എന്നുള്ള പദമാണ്. ഗ്ലോറി, മഹത്വം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യങ്ങളിലും ഒക്കെ ഈ വാക്ക് ആവർത്തിച്ചു വരുന്നുണ്ട്. ഇനി മഹത്വം എന്നുള്ളതിന് പകരം വേറെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. തേജസ് എന്നും മഹിമ കണ്ട സാക്ഷികൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഇതുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 2 പത്രോസിന്റെ ലേഖനത്തിലെ 1-ാമത്തെ കീവേഡ്സ് ആണ് മഹത്വം, അതായത് ഗ്ലോറി. അതിലൊരു സാമ്പിൾ ആയിട്ടുള്ള ഒരു 3 റെഫറൻസേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ റെഫറൻസുകൾ കിടപ്പുണ്ട്. നിങ്ങളത് വായിച്ച് കണ്ടുപിടിക്കണം. സ്തോത്രം. എന്നാലേ വായിക്കാനും കൂടെ നമുക്കൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. 1-ാം അധ്യായം 3-ാം വാക്യം, 1-ാം അധ്യായം 17-ാം വാക്യം, 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ 3 റെഫറൻസേ പറയുന്നുള്ളൂ ഞാൻ. 1-ാം അധ്യായത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, തേജസ് എന്നും
മഹിമ കണ്ട സാക്ഷികൾ എന്നൊക്കെ വേറെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതും ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. സ്തോത്രം. ഇനി രണ്ടാമത്തെ വാക്ക് പരിജ്ഞാനം എന്നുള്ള വാക്കാണ്. പരിജ്ഞാനം. അതെനിക്ക് തോന്നുന്നു ആദ്യത്തെ വാക്കിനേക്കാൾ കുറച്ചേറെ തവണയാണ് ഈ പദം പറയുന്നത്. 16 പ്രാവശ്യമാണ് പരിജ്ഞാനം എന്നുള്ള ഈ പദം 2 പീറ്ററിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ റെഫറൻസുകളും നിങ്ങൾ കണ്ടുപിടിക്കുന്നതാണ് ഉചിതം. ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് വ്യാപകമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലൊക്കെ പരിജ്ഞാനം എന്ന് പറയുന്നുണ്ട്. നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. അപ്പോൾ കൂടാതെ 5-ാം വാക്യം, 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ വീര്യത്തോട് പരിജ്ഞാനവും, 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പരിജ്ഞാനത്തോട് ഇന്ദ്രജയവും. കണ്ടോ? അപ്പോ എത്ര പ്രാവശ്യം ഇപ്പൊ തന്നെ വന്നു. അപ്പോൾ ഏകദേശം 16 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ് പരിജ്ഞാനം. ഇത് ദൈവമക്കൾക്ക് വ്യാപകമായി ഇല്ലാതെ പോകുന്നൊരു കാര്യം കൂടാ. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം എന്ത് ചെയ്യുന്നു? നശിച്ചു പോകും. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതില്ലെങ്കിൽ നശിച്ചു പോകുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. സ്തോത്രം. ഇംഗ്ലീഷിൽ ഇതിനെ നോളജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പദങ്ങളാണ് നമ്മൾ കണ്ടത്, 2 പീറ്ററിലെ കീവേഡ്സ് ആയിട്ട് കണ്ടത്. ഇനി നമുക്കിതിന്റെ താക്കോൽ വാക്യം, ഈ 2 പീറ്ററിലെ താക്കോൽ വാക്യം ഒന്നാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ് ഇതിന്റെ താക്കോൽ വാക്യമായി നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്നും ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ 2 പീറ്ററിലെ താക്കോൽ വാക്യം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 3-ാമത്തെ കാര്യം, നാലാമത്തെ കാര്യം, തീം, കീവേഡ്സ്, താക്കോൽ വാക്യം. 4-ാമത്തെ കാര്യം, ഈ ലേഖനത്തിലെ യേശുക്രിസ്തു ആരാണ്? 2 പീറ്ററിൽ നാം കാണുന്ന യേശുക്രിസ്തു നമ്മുടെ ബലം എന്നാണ് രേഖപ്പെടുത്തുന്നത്. യേശുക്രിസ്തു നമ്മുടെ ബലം. ഒന്നാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ബലമാണ്. അവന്റെ ദിവ്യ ശക്തിയാലാണ്
അശരണരായ നമുക്ക്, ബലം കുറഞ്ഞ നമുക്ക് ബലം ലഭിക്കുന്നതും, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനമായി ലഭിക്കുന്നതും അവന്റെ ബലത്താലാണ്, അവന്റെ ദിവ്യ ശക്തിയാലാണ്. കൂടാതെ അവന്റെ ദിവ്യശക്തി നമ്മെ കാക്കുമെന്നും പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. ദിവ്യശക്തിയാൽ നാം കാക്കപ്പെടുമാറാകണം എന്ന്. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ബലമാണ്, അവൻ നമ്മുടെ ദിവ്യ ശക്തിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അഞ്ചാമത് ഓദർ, എഴുത്തുകാരൻ. നമുക്കറിയാം ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പത്രോസ് തന്നെയാണ്. എന്നാൽ ഒന്നാം ലേഖനത്തിൽ പത്രോസ് തന്നെയാണ് എഴുത്തുകാരൻ എന്ന് നമ്മൾ പറയുന്നെങ്കിലും പൂർണ്ണമായും നമുക്കത് പറയാൻ കഴിയില്ല. കാരണം എഴുതിയത് പത്രോസാണെന്ന് തീർത്തും പറയാൻ പറ്റുകയില്ല. ഒന്നാം ലേഖനം സില്യാനോസിനെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നാണ് 1 പത്രോസ് 5:12 കാണുന്നത്. അതുകൊണ്ട് രണ്ടാം ലേഖനം താൻ തനിച്ചെഴുതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നാം ലേഖനം എഴുതിയത് സില്യാനോസ് ആണ്. പത്രോസാണ് പറഞ്ഞു കൊടുത്തത്, സില്യാനോസ് ആണ് എഴുതിയത്. എന്നാൽ രണ്ടാം ലേഖനത്തിന്റെ എഴുത്തുകാരൻ പത്രോസ് തനിച്ച് തന്നെ ആയിരിക്കാം എന്നാണ് വേദപിതാക്കന്മാരുടെ ഇടയിലെ ആത്മീക അഭിപ്രായം. പത്രോസിന്റെ പഴയ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, ഷീമോൻ എന്നായിരുന്നു. അത് രണ്ടാം ലേഖനം ആരംഭിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് പരാമർശിച്ചുകൊണ്ടാണ്, ഷീമോൻ പത്രോസ് എന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പത്രോസിന്റെ പഴയ പേരായിരുന്നു ഷീമോൻ. ഷീമോൻ എന്ന വാക്കിന് പ്രധാനപ്പെട്ട അർത്ഥം കേൾവി എന്നാണ്. കേൾവി എന്നാണ്. എന്നാൽ വേറൊരർത്ഥം ഞാങ്ങണ എന്നൊരർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് ഷീമോൻ എന്ന പേരിന്റെ അർത്ഥമായിട്ട്. അത് എത്രത്തോളം ശരിയെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു പരാമർശവും ഉണ്ട്. പല ദേവദാസന്മാരും പ്രസംഗിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഞാങ്ങണയാണ്, ഓടത്തണ്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ലിറ്ററൽ മീനിങ് കിടക്കുന്നത് കേൾവി എന്ന അർത്ഥത്തിലാണ്. എന്നാൽ മറ്റേതും കേൾക്കുന്നത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാനത് പറയാതിരിക്കുമ്പോൾ ചില ഇത് കേട്ടിട്ടുള്ള ആളുകൾ ചിലപ്പം കൺഫ്യൂഷൻ ആകണ്ടെന്ന് ഓർത്തുകൊണ്ട് അതോടെ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തു ഷീമോനെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷമാണ് പത്രോസ് എന്ന പേര് തനിക്ക് വന്നത്, കേഫ എന്ന പേര് തനിക്ക് വന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിലിപ്പിന്റെ കൈസരിൽ വെച്ചാണ് പത്രോസ് എന്ന പേര് അല്ലെങ്കിൽ കേഫ എന്ന പേര് പത്രോസിൽ വന്നു ചേർന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നീ പത്രോസ് ആകുന്നു, നീ ആകുമെന്നല്ല പറഞ്ഞ, ആകുന്നു, ഇപ്പോൾ ആയി, അതിന് കേഫ എന്നർത്ഥം. എന്നാൽ നീ പത്രോസ് ആകുമെന്ന് യേശു പറഞ്ഞിരുന്നു. അത് ആദ്യമായി ഷീമോനെ യേശു മീറ്റ് ചെയ്യുന്ന സമയത്താണ്.
അന്ത്രയോസാണ്, തന്റെ ഓൺ ബ്രദർ അന്ത്രയോസാണ് ശീമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത്. അവിടെ വെച്ച് ശീമോനെ നോക്കിയിട്ട് യേശു പറഞ്ഞത്, നീ യോഹന്നാന്റെ മകനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേർ ആകും എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ദീർഘവർഷങ്ങൾക്ക് ശേഷം, കുറഞ്ഞത് ഒരു 1.5 വർഷം എടുത്ത് കാണും, പത്രോസിന് ശീമോൻ എന്ന പേര് മാറി. കാരണം പിന്നെ അതിനുശേഷം യേശുവിനെ വിട്ട് ശീമോൻ പോയി, പിന്നെ യേശുവുമായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഗന്നസരത്തിലാണ് നമ്മൾ കാണുന്നത്, ലൂക്കോസ് 5. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ നിൽക്കുന്ന ശീമോന്റെ പടകിൽ യേശു ഒന്ന് കയറുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ പരിചയപ്പെടുത്തലൊക്കെ അന്ത്രയോസ് യേശുവിന്റെ അടുക്കൽ തന്റെ സഹോദരനെ ശീമോനെ പരിചയപ്പെടുത്തിയെങ്കിലും ശീമോൻ എന്തോ ഒരു അനിഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് പേര് മാറ്റിയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ശീമോൻ യേശുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് ലൂക്കോസ് 5 രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതിരിക്കുന്ന ശീമോന്റെ പടകിലേക്ക് യേശു വന്ന് കയറുകയാണ്. അപ്പോൾ കർത്താവ് നിന്നെ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എത്ര ദൂരത്തേക്ക് പോയാലും അവൻ നിന്റെ പടകിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് വന്ന് കയറും. ഈ അടുത്ത കാലത്ത് ചില ആളുകളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഹിന്ദുക്കളായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ അടുത്തുള്ള പള്ളിയിലൊക്കെ പോയി സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. പിന്നെ അവർക്ക് യേശുമായിട്ടൊരു ബന്ധമില്ലാതെ പോയി. പക്ഷെ ഇപ്പോൾ അറിയാനുള്ള സാഹചര്യങ്ങൾ വന്നു. നോക്കിക്കേ, എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നിന്റെ പടകിൽ അവൻ വന്ന് കയറും എന്നുള്ളതിൽ തർക്കം ഒന്നുമില്ല. സ്തോത്രം. അവിടെയും ലൂക്കോസ് 5 ശീമോൻ എന്ന് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പോഴും പത്രോസ് ആയിട്ടില്ല. അപ്പോൾ പത്രോസ് ആയത് ഫിലിപ്പിന്റെ കൈസരിൽ വെച്ചാണ്. ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ റെഫറൻസുകളൊന്നും എടുത്ത് വായിപ്പിക്കാത്തത്. സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ അവിടെ വെച്ചാണ്, ഫിലിപ്പിന്റെ കൈസരിൽ വെച്ചാണ് ശീമോന് പത്രോസ് എന്ന പേര് വന്നത്. ഇനി ഞാൻ നിങ്ങളോട് നമ്മുടെ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ വിനോദ് ഇബ്രഹാം ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു വലിയ വലിയ പഠിത്തമുള്ള ആളുകളാന്ന് തോന്നുന്നു. ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എത്ര കാലം ശുശ്രൂഷിച്ചു? ഉത്തരം പറയാൻ കഴിയുന്നവര്, അതിനുള്ള കപ്പാസിറ്റി ഉള്ളവര് അൺമ്യൂട്ട് ചെയ്ത് പറയാം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ എത്ര നാളായിരുന്നു? 3.5 വർഷമാണോന്ന് അറിയത്തില്ല. 3.5 വർഷമാണ്. 3.5 വർഷമാണ് യേശു ശുശ്രൂഷിച്ചതെന്നാണ് രണ്ടുപേര് പറഞ്ഞത്. രണ്ടുപേർക്ക് അഭിപ്രായമുള്ളോ? എനിക്കും അതാ അഭിപ്രായമുള്ള. 3.5 വർഷമായി. ഞാന് ഒരു കുറഞ്ഞതൊരു 20 വർഷം മുകളിലായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം കഴിഞ്ഞ മാസം വരെ നിങ്ങൾ പറഞ്ഞത് തന്നെയായിരുന്നു എന്റെയും ചിന്ത. 42 മാസം അല്ലെങ്കിൽ 3.5 വർഷം എന്നായിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം എന്റെ ആ ചിന്തയങ്ങ് മാറാൻ കാരണം, നമ്മൾ ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ, ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ പഠനവും എൻ്റെ പ്രസംഗമൊക്കെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്.
സിനോപ്റ്റിക് ഗോസ്പൽ എന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇത് മൂന്നിനെ വേർതിരിച്ചും നാലാം സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം വേർതിരിച്ചും നമ്മൾ പഠിക്കുമ്പോൾ കാലക്കണക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പെസക പെരുന്നാൾ വെച്ചാണ്. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി, അതായത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി വന്നിട്ട് കർത്താവ് പല പെസക പെരുന്നാള് കൂടിയിട്ടുണ്ട്. പക്ഷേ മിനിസ്ട്രി ആരംഭിച്ചതിന് ശേഷം കർത്താവ് 2 പെസക പെരുന്നാളെ കൂടിയിട്ടുള്ളൂ എന്നാണ് സിനോപ്റ്റിക് ഗോസ്പൽ പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. അപ്പോൾ വർഷത്തിൽ ഒരു പെസക പെരുന്നാളെ വരുന്നുള്ളൂ. അപ്പോൾ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം ക്രൂശീകരണം വരെ കർത്താവ് 2 പെസക പെരുന്നാളെ കൂടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കർത്താവ് എത്ര വർഷം ശുശ്രൂഷിച്ചു? എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വ്യത്യാസമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 പെസക പെരുന്നാൾ എന്നാണ് കാണുന്നത്. പക്ഷേ മൂന്നാമത്തെ പെസക പെരുന്നാളിന് യേശുവിന് കൂടാൻ പറ്റിയില്ല. അതിന്റെ തലേ രാത്രിയിലാണ് യേശു അറസ്റ്റിലാകുന്നത്, ക്രൂശിക്കപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ചാണെങ്കിൽ 2 വർഷവും കുറച്ചു മാസങ്ങൾ കൂടെ യേശു ശുശ്രൂഷിച്ചെന്ന് പറയാം. അതായത് 3 വർഷത്തിന്റെ അടുത്ത് വരെ യേശു ശുശ്രൂഷിച്ചെന്ന് പറയാം. പക്ഷെ സിനോപ്റ്റിക് ഗോസ്പൽ അനുസരിച്ചാണെങ്കിൽ 2 വർഷം ശുശ്രൂഷിച്ചെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പിന്നെ ഈ 3.5 കണക്ക് ആര് കൊണ്ടുവന്നെന്ന് എനിക്കറിയത്തില്ല, എവിടുന്ന് വന്നെന്നും എനിക്കറിയത്തില്ല. തിരുവെഴുത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് രേഖയൊന്നുമില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. ഇങ്ങനെയാണ് കാലക്കണക്ക് നമ്മൾ പരിശോധിക്കുന്നത്. സതീഷ് ബ്രദറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 3.5 വർഷം പരസ്യ ശുശ്രൂഷ അങ്ങനെ വാക്കില്ല സാറേ. എനിക്ക് അങ്ങനെ ഒരു വാക്യം അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. യേശുവിന്റെ മൗലിക ജീവചരിത്രം എഴുതിയത് 4 സുവിശേഷങ്ങളാണ്. അതിനെ നമുക്ക് മൗലിക ജീവചരിത്രം എന്ന് പറയാൻ പറ്റുകയില്ല. അതിനെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ എഴുതിയെന്നേ പറയാൻ പറ്റൂ. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ പറ്റുകയില്ല, രേഖപ്പെടുത്തിയാൽ ഈ ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല അതെഴുതിയ പുസ്തകങ്ങളെന്ന്. അപ്പം ഏറെക്കുറെ യേശുവിന്റെ ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നേ പറയാൻ പറ്റൂ സുവിശേഷങ്ങൾ. അപ്പൊ നമ്മള് വേദ പണ്ഡിതന്മാര് കാലത്തെ യേശുവിന്റെ മിനിസ്ട്രി അവര് പഠിച്ചിരിക്കുന്നത് ഈ പെരുന്നാൾ വെച്ചാണ്, പെസക പെരുന്നാൾ വെച്ചാണ്. അതിന്റെ വാക്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. ഞാന് ഇപ്പൊ എന്റെ പഠനം യോഹന്നാന്റെ സുവിശേഷം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ നിങ്ങളോട് പറയാം. നിങ്ങൾ പരിശോധിച്ചാൽ മതി. സിനോപ്റ്റിക് ഗോസ്പലും ഈ യോഹന്നാന്റെ സുവിശേഷം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. യോഹന്നാൻ 3 പെസകയിൽ യേശു ഉണ്ടായിരുന്നു പറയുന്നു. സിനോപ്റ്റിക് ഗോസ്പലിനകത്ത് 2 പെസക പറയുന്നു. അപ്പോൾ പെസക വർഷത്തിൽ ഒന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ വളരെ കൃത്യമായി കർത്താവ് എത്ര കാലം ശുശ്രൂഷിച്ചു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശീമോൻ പത്രോസിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം പത്രോസിന്റെ ചരിത്രം പഠിച്ചാൽ അറിയാം. യേശുവിന്റെ ശിഷ്യന്മാരിൽ 12 പ്രധാനിയായിരുന്നു എന്നാണ് പറയുന്നത്. 12 പ്രധാനിയായിരുന്നു എന്നാണ് പറയുന്നത്. ശിഷ്യന്മാരിൽ എന്ന് പറയുന്നതിനും അപ്പോസ്തലന്മാർ എന്ന് പറയുന്നതും തെറ്റല്ല.
പന്തിരുവരൽ പ്രധാനിയായിരുന്നു ഷീമോൻ. അപ്പോൾ എന്തുകൊണ്ടും ഈ പത്രോസ് തന്നെയാണ് ഈ സെക്കൻഡ് പീറ്റർ എഴുതി എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇതിന് ബദലായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ഉണ്ട്. പത്രോസിന്റെ ലേഖനം പത്രോസ് അല്ല എന്ന് എഴുതിയതിന് ചില അഭിപ്രായങ്ങളും ഉണ്ട്. അതായത് സെക്കൻഡ് പീറ്റർ പത്രോസ് അല്ല എഴുതി എന്നുള്ളതിന് ചില ബദൽ അഭിപ്രായങ്ങളും ഉണ്ട്. എനിക്കൊരു അങ്ങനെ നമുക്ക് ലാസ്റ്റ് പറയാം, ഓക്കെ. ഞാൻ തീർത്തോട്ടെ. അപ്പോൾ സെക്കൻഡ് പീറ്റർ പത്രോസ് അല്ല എന്ന് പറയാൻ കാരണം വളരെ താമസിച്ചാണ് ഈ ലേഖനം ആത്മീക രംഗങ്ങളിൽ അംഗീകരിക്കപ്പെട്ടത്. വളരെ താമസിച്ചാണ്. അങ്ങനെ വളരെ താമസിച്ച് അംഗീകരിക്കപ്പെടാനുള്ള കാരണം പത്രോസിന്റെ ഈ രണ്ടാം ലേഖനത്തെക്കുറിച്ച് അതുവരെ ഒരു പരാമർശം ആരും നടത്തിയിട്ടില്ല. എന്നാൽ 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭമായപ്പോൾ ഒറിയൻ എന്ന് പറയുന്ന വേദപിതാവാണ് ഈ സെക്കൻഡ് പീറ്ററിനെ കുറിച്ചൊരു പരാമർശം നടത്തിയത്. അപ്പോൾ അതുവരെ ഈ സെക്കൻഡ് പീറ്ററിനെ കുറിച്ച് ഒരു പരാമർശവും ആരും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ പുസ്തകം പത്രോസ് ആണ് എഴുതിയതെന്നുള്ളതിന് ഒരു അംഗീകാരമൊക്കെ വന്നത്. ഈ ഒറിയൻ എന്ന വേദപിതാവ് ഇതിനെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷമാണ് ഇത് പത്രോസിന്റെ ലേഖനമാണെന്ന് ഉള്ള ഒരു സംസാരമൊക്കെ വന്നത്. അങ്ങനെ ഒരു ബദൽ അഭിപ്രായമൊക്കെ വരാൻ കാരണം ഈ 1ഉം 2ഉം ലേഖനങ്ങളിലെ ഭാഷാശൈലിയും ആശയങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം 1ാം ലേഖനത്തിലെയും 2ാം ലേഖനത്തിലെയും ഭാഷാശൈലിയിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയും മനസ്സിലാവും. ആശയങ്ങൾക്കകത്തും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ പൊരുത്തക്കേടുകളാണ് ഇത് പത്രോസ് തന്നെയാണോ എഴുതിയത് എന്നുള്ള ഒരു സംശയം ആളുകളിൽ വരാനുണ്ടായ സാഹചര്യം. എന്നാൽ 3ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒറിയൻ എന്ന വേദപിതാവിന്റെ അഭിപ്രായത്തോടുകൂടെ അത് നീക്കം വന്നു എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇത് പത്രോസ് ആണ് എഴുതിയെന്നുള്ളതിന് ഭാഗ്യവും ആന്തരികവുമായ തെളിവുകൾ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നോക്കേണ്ടത് അനിവാര്യമാണ്. എന്താണ് ഭാഗ്യമായ തെളിവുകൾ? ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ സഭാപിതാക്കന്മാരായ ഇസൂബിയസ്, പോളികാർപ്പ്, അലക്സന്ദ്രിയയിലെ ക്ലമന്റ്, ഈ 3 പേരും പത്രോസിന്റെ ലേഖനം ഈ സെക്കൻഡ് പീറ്റർ പത്രോസ് എഴുതുകയാണെന്ന് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഭാഗ്യമായി പുറത്തു നിന്നുള്ള തെളിവ്. ഒന്ന് ഇസൂബിയസ്, അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള വേദപിതാവാണ് ഇസൂബിയസ്. പിന്നെ പോളികാർപ്പ്. 3 അലക്സന്ദ്രിയയിലെ ക്ലമന്റ്. ഇനി ആന്തരികമായ തെളിവ് വേണമെങ്കിൽ 1ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിൽ തന്നെ പത്രോസ് എഴുതിയെന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അതാണ് ആന്തരികമായ തെളിവ്. ഇനി കൂടാതെ 1ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 1ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മറുരൂപമലയിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. മറുരൂപമലയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം 9ാം അധ്യായം 2 മുതൽ 8 വരെ വാക്യങ്ങളിൽ പറയുന്ന, മർക്കോസിന്റെ സുവിശേഷം 9ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന മറുരൂപമലയിലെ എക്സ്പീരിയൻസ്
തങ്ങൾ അനുഭവിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണെന്ന് അന്ന് അവിടെ ആ എക്സ്പീരിയൻസ് അനുഭവിച്ച ഒരാൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 2 പത്രോസ് 1:16 മുതൽ 18 വരെ. അതിനകത്തുനിന്ന് വ്യക്തമാണ് അന്ന് അവിടെ മറുരൂപമലിൽ ഉണ്ടായിരുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമാണ്. അതിലൊരാളാണ് ഈ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് ആ എക്സ്പീരിയൻസ് ഇവിടെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും അത് പത്രോസ് തന്നെയാണെന്നുള്ളതിൽ ആന്തരികമായിട്ടുള്ള ഏറ്റവും വലിയ തെളിവാണിത്. യാതൊരു തർക്കവും അതിനകത്ത് ഇല്ല. കൂടാതെ 3-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പത്രോസ് പൗലോസിനെ കൂടെ മെൻഷൻ ചെയ്യുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മുടെ പ്രിയനായ അല്ലെങ്കിൽ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പരാമർശിക്കുന്നൊക്കെയുണ്ട്. അപ്പൊ ഇതൊക്കെ പത്രോസാണ് എഴുതിയെന്നുള്ള ആന്തരികമായ തെളിവുകളാണ്. ഇനി നമുക്ക് അടുത്തത് ഇനി 6-ാമത്തെ കാര്യം, ആർക്കു വേണ്ടിയാണ് എഴുതിയത്? റീഡേഴ്സ് ആരാണ്? ആർക്കു വേണ്ടിയാണ് എഴുതിയത്? നമുക്ക് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പൊ ഇതാർക്കാണ് എഴുതിയത്? വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് ഇത് എഴുതിയത്. അപ്പോൾ വിശ്വാസത്തിന് വിലയുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, വിശ്വാസത്തെ നമുക്ക് 2 രീതിയിൽ ചിത്രീകരിക്കാം. ഒന്ന്, വിശ്വാസത്തെ നമുക്ക് 2 രീതിയിലാണ് പരിശോധിക്കാൻ കഴിയുന്നത്. രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ 2ആണ്. വിശ്വാസം എന്നതിന് 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഫെയ്ത്ത്, 2 ബിലീവിങ്. ഒരേ പദമല്ല വരുന്നത് വിശ്വാസത്തിന്, 2 പദങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസത്തെ 2ആയിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഇതൊരു പ്രസംഗമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒന്ന്, 2ന്റെയും തർജിമകളിൽ വിശ്വാസം തന്നെയാണ് വരുന്നത്. ബിലീവിങ് എന്ന് പറഞ്ഞാലും വിശ്വാസം എന്നാണ് വരുന്നത്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാലും വിശ്വാസം എന്നാണ് വരുന്നത്. പക്ഷേ ആശയങ്ങളിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ വിശ്വാസം എന്നൊറ്റ വാക്കേ ഉള്ളൂ. ഇംഗ്ലീഷിൽ വരുന്ന 2 പദങ്ങളാണ് ഫെയ്ത്ത്, ബിലീവിങ്. അതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, വിശ്വസിക്കുക എന്നുള്ളത് അതൊരു ക്രിയയാണ്. ക്രിയ, അതൊരു പ്രവൃത്തിയുടെ ക്രിയ. എന്നാൽ വിശ്വാസം എന്നുള്ളത് നൗൺ ആയിട്ടാണ് വരുന്നത്. വിശ്വസിക്കുക എന്നുള്ളത് ക്രിയാപദമായിട്ടും വിശ്വാസം എന്നുള്ളത് നൗൺ ആയിട്ടുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കുക എന്ന ക്രിയാപദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒന്നിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം, ബിലീവിങ് എന്നതിന്റെ അർത്ഥം. നമ്മൾ ഒന്നിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് വിശ്വസിക്കുക എന്ന ക്രിയാപദത്തിന്റെ അർത്ഥം, ബിലീവിങ് എന്നതിന്റെ അർത്ഥം. ഇപ്പം നമ്മളൊരു പാലത്തിലൂടെ നടന്നു പോവുക അക്കരെ കരയിലേക്ക്. നമ്മൾ ആ പാലത്തിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഇത് ഒടിയത്തില്ലെന്നും തകരത്തില്ലെന്നൊരു വിശ്വാസമുണ്ട്. അതാണ് എക്സാമ്പിൾ പറഞ്ഞാണ് ബിലീവിങ്, വിശ്വസിക്കുക എന്ന ക്രിയാപദം. എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വാസം ഒരു സംഹിതയാണ്,
ഒരു പ്രമാണമാണ്. അപ്പോൾ വിശ്വാസത്തെ ഇപ്പൊ നമ്മൾ ചില ഡിബേറ്റുകളിലൊക്കെ ചെല്ലുമ്പോഴും ചില ആളുകൾക്ക് ചോദിച്ചിട്ടില്ലേ, നിങ്ങളുടെ വിശ്വാസ സംഹിത ഏതാണ് ചോദിച്ചു കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പ്രമാണം ഏതാണ്? അപ്പോൾ വിശ്വാസം ഒരു ക്രിയാപദമായി നിൽക്കുമ്പോൾ തന്നെ ഇത് നൗണായിട്ട് ഇതൊരു വിശ്വാസ സംഹിതയും കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇവിടെ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കാണ് ഈ ലേഖനം പത്രോസ് എഴുതിയത്. വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതിയെന്ന് പറയുമ്പോൾ ഈ ലേഖനത്തിന്റെ വായനക്കാര് ഒരു തർക്കവും ഇല്ല. ഒന്നാം ലേഖനം പത്രോസ് ആർക്കാണോ എഴുതിയത് അവർ തന്നെയാണ് ഇതിന്റെ വായനക്കാർ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസിയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായവർ, അവർക്കാണ് 1-ാം ലേഖനം പത്രോസ് എഴുതിയത്. അവർ തന്നെയാണ് 2-ാം ലേഖനത്തിന്റെയും വായനക്കാർ. ഇവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം പത്രോസ് എഴുതിയത്. എന്നാൽ അവർ വിലയേറിയ വിശ്വാസം ലഭിച്ചവരായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത കാര്യം ഏഴാമത്തെ കാര്യം ഡേറ്റ് ആണ്. എപ്പോഴാണ് ഈ ലേഖനം എഴുതിയത്? പത്രോസിന്റെ ജീവിത അവസാനത്തിന്റെ തൊട്ടു മുമ്പാണ് ഈ ലേഖനം എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസ് മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ലേഖനം എഴുതുന്നത്. നമുക്കതിന് ഈ 1-ാം അധ്യായം തന്നെ പരിശോധിച്ചാൽ 13 മുതൽ 15 വരെയുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓൾറെഡി പീറ്റർ പറയാ, തന്റെ മരണത്തെക്കുറിച്ച് പീറ്റർ പറയാണ്, എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ, 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്നു യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. നോക്കിക്കേ, അപ്പോൾ തന്റെ മരണസമയം അടുത്തു എന്ന് മനസ്സിലാക്കിയിട്ടാണ് പത്രോസ് ഈ 2 പീറ്റർ എഴുതുന്നത്. അപ്പോൾ പീറ്ററിന്റെ മരണത്തിന് തൊട്ട് മുമ്പാണ് താൻ ഈ ലേഖനം എഴുതിയത്. അങ്ങനെ വരുമ്പോൾ പീറ്റർ മരിച്ചത് AD 68-ലാണ് മരിച്ചത്. തന്നെ തലകീഴായി റോമിൽ വെച്ച് ക്രൂശിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് തന്നെ ക്രൂശിക്കാൻ തുടങ്ങിയപ്പോൾ പീറ്റർ പറഞ്ഞ ഒരു സജഷൻ, നേരെ തന്നെ ക്രൂശിക്കണ്ട, താൻ തലകീഴായി ക്രൂശിച്ചാൽ മതി, തന്റെ ഗുരുനാഥന്റെ കാൽപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ AD 68-ലാണ് ഇദ്ദേഹം ക്രൂശിക്കപ്പെട്ട് രക്തസാക്ഷിയായി തീരുന്നത്. അപ്പോൾ AD 68-ലാണ് താൻ രക്തസാക്ഷിയാകുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പാണ് ഈ ലേഖനം എഴുതിയത്. അപ്പം നമുക്ക് ഒരു അനുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നത് AD 67-ലോ 68-ന്റെ ആരംഭത്തിലോ ആയിരിക്കാം ഈ ലേഖനം 2 പീറ്റർ എഴുതപ്പെട്ടത്. AD 67-ലോ 68-ന്റെ ആരംഭത്തിലോ ആയിരിക്കാം ഈ ലേഖനം എഴുതപ്പെട്ടത്. എട്ടാമത്തെ കാര്യം, ഇത് എഴുതിയ സ്ഥലം, പ്ലേസ്. ഇത് എവിടെ വെച്ചാണ് എഴുതിയതെന്നുള്ളത് ഈ ലേഖനത്തിൽ യാതൊരു തെളിവും കാണുന്നില്ല. പിന്നെ 1-ാം ലേഖനം എഴുതിയത് റോമിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ
രണ്ടാം ലേഖനവും റോമിൽ വെച്ചാണ് എഴുതിയെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണ് യഹൂദ പാരമ്പര്യം പറയുന്നത്, റോമിൽ വെച്ച് എഴുതിയെന്നാണ്. ചില ആളുകൾ അതിനെ എതിർക്കുന്നവരുണ്ട്. ബാബിലോണിൽ വെച്ചാണ് എഴുതിയെന്നുള്ള ഒരു സംസാരമുണ്ട്. എന്നാൽ അന്ന് ബാബിലോൺ എന്ന് പറഞ്ഞിരുന്നത് റോമിനെ ആയിരുന്നു. അതുകൊണ്ട് റോമിൽ വെച്ചാണ് എന്നാണ് കൂടുതൽ വേദപിതാക്കന്മാരും അഭിപ്രായപ്പെടുന്നത്. ഇനി അടുത്തത് സാഹചര്യം, സിറ്റുവേഷൻ. ഈ ലേഖനം എഴുതിയതിന്റെ പുറകിലെ സാഹചര്യം. പത്രോസ് ഒന്നാം ലേഖനം എഴുതിയ കാലത്ത് തന്നെ ഏഷ്യ മൈനറിലെ ദൈവസഭകൾക്കകത്ത് നുഴഞ്ഞു കയറിയ ദുരൂപദേശങ്ങളെ കുറിച്ച് പത്രോസ് അറിയുകയും അതിൽ ഉത്കണ്ഠിതനായി തീരുകയും ചെയ്തു. പത്രോസ് ഒന്നാം ലേഖനം എഴുതിയ കാലത്ത് തന്നെ ഏഷ്യ മൈനറിലെ ദൈവസഭകളിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്ന ദുരുപദേശങ്ങളെ കുറിച്ച് താൻ അറിയുകയും ഉത്കണ്ഠിതനാകുകയും ചെയ്തു. ദുരുപദേഷ്ടാക്കന്മാരുടെ ഉപദേശം ദൈവസഭകളെ ഉപദേശപരമായും സദാചാരപരമായും നശിപ്പിക്കുമെന്ന് പത്രോസിന് മനസ്സിലായപ്പോൾ ഇതിനെതിരെ രണ്ടാമതൊരു ലേഖനം എഴുതിക്കൊണ്ടാണ് പത്രോസ് ഈ ദുരുപദേശങ്ങളോട് പ്രതികരിച്ചത്. ദുരുപദേഷ്ടാക്കന്മാരുടെ ഉപദേശം സഭയിലെ ഉപദേശത്തെയും സദാചാരത്തെയും നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയ പത്രോസ് ഇതിനെതിരെ രണ്ടാമതൊരു ലേഖനം എഴുതിക്കൊണ്ടാണ് ഈ ദുരുപദേശത്തിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ മനസ്സിലാക്കി കാണുമല്ലോ രണ്ടാമതൊരു ലേഖനം എഴുതാനുണ്ടായ പശ്ചാത്തലം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ലേഖനത്തിന്റെ പശ്ചാത്തലവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പത്താമതായി ഈ ലേഖനത്തിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് പരാമർശങ്ങളുണ്ട്. ഈ ലേഖനത്തിലെല്ലാം പ്രധാനപ്പെട്ടാണ്, എന്നാൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട രണ്ട് പരാമർശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒന്നാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ നാം കാണുന്നു. ഒന്നാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ നാം കാണുന്ന തിരുവചനത്തിന്റെ ദൈവിക ഉത്ഭവത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇത് ശ്രദ്ധിക്കപ്പെട്ട ഒന്നാമത്തെ കാര്യം. തിരുവചനത്തിന്റെ ദൈവിക ഉത്ഭവത്തെക്കുറിച്ചുള്ള പരാമർശം. നമ്മൾ അധ്യായങ്ങളിലേക്ക് കയറുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് വരുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കാം. രണ്ടാമത് ശ്രദ്ധിക്കപ്പെട്ട രണ്ടാമത്തെ പരാമർശം ലോകം തീയിൽ നശിക്കും എന്നുള്ളൊരു പരാമർശം പത്രോസ് പറയുന്നുണ്ട്. 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ
ലോകം തീയിൽ നശിക്കുമെന്ന് പത്രോസ് പറയുന്നുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യുമെന്നൊക്കെ വളരെ വ്യക്തമായി പത്രോസ് പറയുന്നുണ്ട്. അത് 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പത്രോസ് പറയും. ഈ രണ്ട് പരാമർശങ്ങളാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല അതിന് വെളിയിലുമായി ശ്രദ്ധിക്കപ്പെട്ട രണ്ട് പരാമർശങ്ങൾ. ഇനി ഈ ലേഖനത്തെക്കുറിച്ചുള്ള സ്പെഷ്യാലിറ്റി, പത്രോസിന്റെ 2-ാം ലേഖനത്തിന്റെ സ്പെഷ്യാലിറ്റി, പ്രത്യേകതകൾ. പത്രോസിന്റെ 1-ാം ലേഖനം പ്രത്യാശയെക്കുറിച്ച് എഴുതുമ്പോൾ 2-ാം ലേഖനം ദുരുപദേശത്തിനെതിരുള്ള മുന്നറിയിപ്പിനെ കുറിച്ചാണ് പത്രോസ് എഴുതുന്നത്. രണ്ടാം ലേഖനത്തിന്റെ പ്രധാന ഉദ്ദേശം വിശ്വാസത്തിൽ ജനത്തെ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നാം ലേഖനത്തിൽ ഒരു ടീച്ചറുടെ വോയിസ് ആയിരുന്നു പത്രോസിനുണ്ടായിരുന്നത്, ഒരു അധ്യാപകന്റെ ശബ്ദമായിരുന്നു. എന്നാൽ 2-ാം ലേഖനത്തിൽ ഒരു പ്രവാചകന്റെ ശബ്ദം ആയിരുന്നു പത്രോസിന് നമുക്ക് ഈ 3 അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിൽ വളരെ ക്ലിയറായി കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ അദ്ദേഹം ആത്മാവിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൽ പ്രവാചക ശബ്ദമായി കേൾക്കുന്നു. എന്തായിരുന്നു 2-ാം ലേഖനത്തിലെ മുന്നറിയിപ്പ്? 2-ാം ലേഖനത്തിലെ മുന്നറിയിപ്പ് വ്യാജ ഉപദേഷ്ടാക്കന്മാരും ദുരുപദേഷ്ടാക്കന്മാരും വർദ്ധിച്ചു വരുന്ന കാലത്ത് അവരെ സൂക്ഷിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പിനാണ് ഈ ലേഖനം എഴുതിയത്. ഇതായിരുന്നു മുന്നറിയിപ്പ്. വ്യാജ ഉപദേഷ്ടാക്കന്മാരും ദുരുപദേഷ്ടാക്കന്മാരും വർദ്ധിച്ചു വരുന്ന കാലത്ത് അവരെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു മുന്നറിയിപ്പ്. നിങ്ങൾ ആ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു പോകാതെ വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ഒരു മുന്നറിയിപ്പാണ് അവിടെ. എന്താണ് മുന്നറിയിപ്പ്? അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇനി പത്രോസിന്റെ 2-ാം ലേഖനവും യൂദായുടെ ലേഖനവും തമ്മിൽ നല്ല സാമ്യം കാണുന്നുണ്ട്. കൂടാതെ 1 തിമോഥെയോസിന്റെ ലേഖനവും 2 തിമോഥെയോസിന്റെ ലേഖനവും പത്രോസിന്റെ 2-ാം ലേഖനവും തമ്മിൽ നല്ല സാമ്യമുണ്ട്. രണ്ടുപേരും പറയുന്നത്, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പൗലോസും പത്രോസും പറയുന്നത് സഭയ്ക്ക് ദുർഘട സമയങ്ങൾ വരും എന്നാണ്. സഭയ്ക്ക് ദുർഘട സമയങ്ങൾ വരുമെന്നാണ്. 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ
3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. 2 തിമോഥെയോസ് 3:1 പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അത് തന്നെ 2 പീറ്ററിൽ പറയുന്നുണ്ട്, ദുർഘട സമയങ്ങൾ വരും എന്ന്. കൂടാതെ സമൂഹത്തിൽ വെളിപ്പെടുന്ന പൊതുവായ ധാർമ്മിക മൂല്യച്യുതികളെ കുറിച്ചും പത്രോസും പൗലോസും രേഖപ്പെടുത്തുന്നുണ്ട്. 1-ഉം 2-ഉം തിമോഥെയോസിന്റെ ലേഖനങ്ങളിലൂടെയാണ് പൗലോസ് ഇത് പറയുന്നത്. പത്രോസ് തന്റെ 2 പീറ്ററിലൂടെയും സമൂഹത്തിൽ പൊതുവായി വെളിപ്പെടുന്ന ധാർമ്മിക മൂല്യച്യുതികളെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. കൂടാതെ 2 പീറ്റർ 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കൂടാതെ ഭാവിയിൽ നടക്കാൻ പോകുന്ന വിശ്വാസ ത്യാഗങ്ങളെ കുറിച്ച് പത്രോസും പൗലോസും രേഖപ്പെടുത്തുന്നു അവരുടെ ലേഖനങ്ങളിൽ. അതായത് 1-ഉം 2-ഉം തിമോഥെയോസിലൂടെയും 2 പീറ്ററിലൂടെയും പൗലോസും പത്രോസും രേഖപ്പെടുത്തുന്നു ഭാവിയിൽ നടക്കാൻ പോകുന്ന വിശ്വാസ ത്യാഗങ്ങളെ കുറിച്ച്. 2 തിമോഥെയോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ, 2 പത്രോസ് 2-ന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാം ലേഖനത്തിലെ ലക്ഷ്യം, 1 പത്രോസിന്റെ ലേഖനത്തിലെ ലക്ഷ്യം പീഡനം അനുഭവിക്കുന്നവരെ ധൈര്യപ്പെടുത്തുക. 2 പത്രോസിലെ ലക്ഷ്യം ദുരുപദേശത്തിനെതിരെ പ്രതികരിക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഫൈനലി പന്ത്രണ്ടാമത്തെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലി ഔട്ട്ലൈൻ, വിഷയ വിഭജനം. നാം പത്രോസിന്റെ ലേഖനത്തെ പഠിക്കാൻ പോകുന്നത് ഈ വിഷയ വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ 2 ടൈപ്പ് വിഷയ വിഭജനം തരുന്നുണ്ട്. 2 ടൈപ്പ്. അത് പെട്ടെന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പ്രസംഗിക്കാൻ പാകത്തിലുള്ളൊരു ഔട്ട്ലൈനും, അതല്ലാതെ തിയോളജിക്കൽ ആയിട്ടുള്ളൊരു ഔട്ട്ലൈനും കൂടെ തരുന്നുണ്ട്. നിങ്ങൾക്ക് 2ഉം പ്രയോജനപ്പെട്ടെന്ന് കരുതി തരുന്നേ ഉള്ളൂ. ഒന്നാമത്തെ ഔട്ട്ലൈൻ നമുക്ക് നോക്കാം. നമുക്കതിനെ 3ആയിട്ട് തിരിക്കാം. ഒന്ന്, ക്രിസ്തീയ സ്വഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയവിഭജനം. ക്രിസ്തീയ സ്വഭാവം വളർത്തിയെടുക്കുക. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അത് കാണുന്നു. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. അവിടെ മുഴുവൻ പറയുന്ന ഒരു പ്രധാന വിഷയമാണ് ക്രിസ്തീയ സ്വഭാവം വളർത്തിയെടുക്കുക. നമുക്ക് ഇതിനൊരു 3 സബ് ഹെഡിങ് കൊടുക്കാം. 3 സബ് ഹെഡിങ്. അതിൽ ഒന്നാമത്തേത് വന്ദനമാണ്. അതാണ് 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ കാണുന്നത്. ഇനി രണ്ടാമത്
3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ക്രിസ്തുവിൽ വളരുക. വന്ദനം കാണുന്നത് 1-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ. 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന വിഷയമാണ് ക്രിസ്തുവിൽ വളരുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിച്ചവർ ക്രിസ്തുവിൽ വളരേണ്ടത് വളരെ അനിവാര്യമാണെന്നുള്ള വിഷയമാണ് അവിടെ പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തേത് സി 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ, 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്ന ആഹ്വാനം. അപ്പോൾ ഈ ഔട്ട്ലൈന്റെ 1-ാമത്തെ പോർഷൻ ക്രിസ്തീയ സ്വഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മെയിൻ ടോപ്പിക്. അതാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അതിന്റെ സബ് ഹെഡിംഗ് ആണ് നമ്മൾ ഇപ്പോൾ കേട്ട 3 കാര്യങ്ങൾ. ഒന്ന്, 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വന്ദനം. 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൽ വളരുക. അതായത് ക്രിസ്തുവിൽ ജനിച്ചവൻ ക്രിസ്തുവിൽ വളരേണ്ടത് അനിവാര്യമാണ്. 3, 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ള ആഹ്വാനം. ഇനി ഈ ഔട്ട്ലൈന്റെ 2-ാമത്തെ പോർഷൻ 2-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 2-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ദുരുപദേഷ്ടാക്കന്മാരുടെ ശിക്ഷാവിധിയെക്കുറിച്ചാണ്. ദുരുപദേഷ്ടാക്കന്മാരുടെ ശിക്ഷാവിധിയെക്കുറിച്ചാണ്. അതിൽ നമുക്ക് ഒരു 3 സബ് ഹെഡിംഗ് ആയിട്ട് തിരിക്കാം. രണ്ടാമത്തെ 1 മുതൽ 22 വരെ ദുരുപദേഷ്ടാക്കന്മാരുടെ ശിക്ഷാവിധി. അതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാർക്കുണ്ടാകാൻ പോകുന്ന അപകടത്തെ സൂചിപ്പിക്കുന്നു. ദുരുപദേഷ്ടാക്കന്മാർക്കുണ്ടാകാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. നാല് മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ നാശം വിവരിക്കുന്നു. അവർ നശിച്ചു പോകുമെന്നുള്ളത് വിവരിക്കുന്നു. അതിന് ചില ദൃഷ്ടാന്തങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് വിവരിക്കുന്നത്. 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ നാശം വിവരിക്കുകയാണ്. ചില പഴയ നിയമത്തിലെ ചില ദൃഷ്ടാന്തങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്. 3, 2-ാം അധ്യായത്തിന്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള വിവരണമാണ്. അവരുടെ ക്യാരക്ടർ, അവരുടെ രീതി, അവരുടെ ആക്രമണ ശൈലി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണമാണ്. ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഇനി 3-ാമത്തെ പോർഷൻ മൂന്നാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ഉറപ്പ് രേഖപ്പെടുത്തുന്നു.
ക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ ഉറപ്പ് രേഖപ്പെടുത്തി. നമുക്കതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. മൂന്നാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുന്ന പരിഹാസികളെ കുറിച്ചുള്ള വിശദീകരണം. രണ്ട്, മൂന്നാം അധ്യായം 8 മുതൽ 10 വരെ കർത്താവിന്റെ നാളിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. മൂന്നാമത്തെ 1-8 വരെയാണ്. മൂന്നാം അധ്യായം 1 മുതൽ 7 വരെ അന്ത്യകാലത്തെ പരിഹാസികളെ കുറിച്ചുള്ള രേഖപ്പെടുത്തൽ. മൂന്നാം അധ്യായം 8 മുതൽ 10 വരെ കർത്താവിന്റെ നാളിന്റെ വെളിപ്പെടുത്തൽ. ഇനി മൂന്നാം അധ്യായം 11 മുതൽ 18 വരെ മൂന്നാം അധ്യായം 11 മുതൽ 18 വരെ കർത്താവിന്റെ നാളിലെ വീക്ഷണത്തിൽ ആത്മീക വളർച്ച. ഇതാണ് അടുത്ത വിഷയം. കർത്താവിന്റെ നാളിലെ വീക്ഷണത്തിൽ ആത്മീക വളർച്ച. മൂന്നാം അധ്യായം 11 മുതൽ 18 വരെ കർത്താവിന്റെ നാളിലെ വീക്ഷണത്തിൽ ആത്മീക വളർച്ച. ഇത് ഞാന് പ്രസംഗിക്കാനൊക്കെ പറ്റുന്ന ആളുകൾക്കുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി തന്നൊരു ഔട്ട്ലൈനാണ്. എന്നാൽ രണ്ടാമത് ഇനി ഞാൻ തരാൻ പോകുന്നതാണ് തിയോളജിക്കലായി പത്രോസിന്റെ 2-ാം ലേഖനം ആധികാരികമായി പഠിക്കാനുള്ള ഒരു ഔട്ട്ലൈൻ തരാൻ പോവുകയാണ്. നമുക്ക് ആ ഔട്ട്ലൈനെ 5 ഹെഡിങ്ങിൽ തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുപോലെയായിരുന്നു നമ്മൾ 1-ാം ലേഖനം പഠിച്ചപ്പോഴും 5 ഹെഡിങ്ങിലായിരുന്നു. ഇത് നമ്മൾ 2 പീറ്ററും ഈ 5 ഹെഡിങ്ങിൽ തിരിച്ച് ഒരു തിയോളജിക്കലായ ഔട്ട്ലൈനിലേക്ക് കയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഒന്നാമത്തെ പാർട്ട് 5 ഹെഡിങ്ങിൽ ഒന്നാമത്തേത് വന്ദനമാണ്. ഇൻട്രൊഡക്ഷൻ, വന്ദനം. 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ ആരെഴുതി, ആർക്കെഴുതി, ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനകത്ത്, വന്ദനത്തിനകത്ത് 1-2 വാക്യങ്ങൾ. രണ്ടാമത്തെ ഹെഡിങ് വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ പ്രവൃത്തിയും. വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ പ്രവൃത്തിയും. ദ ക്രിസ്ത്യൻ നേച്ചർ ആൻഡ് ദ വർക്ക് ഓഫ് ഗാഡ്. ദ ക്രിസ്ത്യൻ നേച്ചർ ആൻഡ് ദ വർക്ക് ഓഫ് ഗാഡ്. വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ പ്രവൃത്തിയും. The Christian nature and the work of God. ഒന്നാം അധ്യായത്തിന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇത് കാണുന്നത്. ഇനി മൂന്നാമത്തെ ഹെഡിങ് വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ വചനവും. The Christian nature and the word of God. The Christian nature and the word of God. വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ വചനവും. 1-ാം അധ്യായം 12 മുതൽ
21 വരെയുള്ള വാക്യങ്ങൾ. 4-ാമത്തെ ഹെഡിങ് വിശ്വാസികളുടെ പോരാട്ടവും ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണവും. വിശ്വാസികളുടെ പോരാട്ടവും ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണവും. ദ ക്രിസ്ത്യൻ വാർഫെയർ ആൻഡ് ദ അറ്റാക്ക് ഓഫ് ഫാൾസ് ടീച്ചേഴ്സ്. ദ ക്രിസ്ത്യൻ വാർഫെയർ ആൻഡ് ദ അറ്റാക്ക് ഓഫ് ഫാൾസ് ടീച്ചേഴ്സ്. വിശ്വാസികളുടെ പോരാട്ടവും ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണവും. ദ ക്രിസ്ത്യൻ വാർഫെയർ ആൻഡ് ദ അറ്റാക്ക് ഓഫ് ഫാൾസ് ടീച്ചേഴ്സ്. അത് 2-ാം അധ്യായം മുഴുവൻ അതാണ് വിഷയം. 2-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ ഹെഡിങ് വിശ്വാസികളുടെ പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും. വിശ്വാസികളുടെ പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും. ദ ക്രിസ്ത്യൻ ഹോപ്പ് ആൻഡ് ദ ലോർഡ്സ് റിട്ടേൺ. ദ ക്രിസ്ത്യൻ ഹോപ്പ് ആൻഡ് ദ ലോർഡ്സ് റിട്ടേൺ. വിശ്വാസികളുടെ പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും. ചാപ്റ്റർ 3 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇത് തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. 5 ഹെഡിങ്ങിൽ തിരിക്കുന്നു. 1-ാമത്തെ ഹെഡിങ് ഇൻട്രൊഡക്ഷൻ, വന്ദനം. 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 2-ാമത്തെ ഹെഡിങ് ദ ക്രിസ്ത്യൻ നേച്ചർ ആൻഡ് ദ വർക്ക് ഓഫ് ഗാഡ്. വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ പ്രവൃത്തിയും. 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 3-ാമത്തെ ഹെഡിങ് ദ ക്രിസ്ത്യൻ നേച്ചർ ആൻഡ് ദ വേർഡ് ഓഫ് ഗാഡ്. വിശ്വാസികളുടെ സ്വഭാവവും ദൈവത്തിന്റെ വചനവും. 1-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 4-ാമത്തെ ഹെഡിങ് ദ ക്രിസ്ത്യൻ വാർഫെയർ ആൻഡ് ദ അറ്റാക്ക് ഓഫ് ഫാൾസ് ടീച്ചേഴ്സ്. വിശ്വാസികളുടെ പോരാട്ടവും ദുരുപദേഷ്ടാക്കന്മാരുടെ ആക്രമണവും. ചാപ്റ്റർ 2 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ ഹെഡിങ് ദ ക്രിസ്ത്യൻ ഹോപ്പ് ആൻഡ് ലോർഡ്സ് റിട്ടേൺ. ദ ക്രിസ്ത്യൻ ഹോപ്പ് ആൻഡ് ദ ലോർഡ്സ് റിട്ടേൺ. വിശ്വാസികളുടെ പ്രത്യാശയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും. നമ്മൾ അല്പ സ്പീഡിലാണ് പോയത്. ഇൻട്രൊഡക്ഷൻ 1-ാമത്തെ ക്ലാസ്സിൽ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ചാപ്റ്ററുകളിലേക്ക് എൻ്റർ ചെയ്യും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, പ്രാർത്ഥിക്കാം. ആരാ ലീഡ് ചെയ്യുന്നേ? സതീഷ് ബ്രദറെ, പാസ്റ്റർ പുറത്തേക്ക് ഒന്ന് പോയേ, പ്രാർത്ഥിച്ചു. Praise the Lord. സ്തോത്രം.